അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർഫോളൊക്കെയാണ്. പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തേക്കും നമുക്ക് വഴിയൊക്കെ ഇടണം. അപ്പോൾ ചിലപ്പോൾ പകുതി എത്തുമ്പോൾ നമ്മുടെ സൈബ്രോ കളിക്കാൻ വരും. പിന്നെ ഒരു കൊച്ചു ബിൽഡ് ഉണ്ടാക്കും വാട്ടർഫോൾ അല്ലാണ്ട് വാട്ടർഫോൾ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുക കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ കൊച്ചു ബിൽഡ് എന്തുവെച്ചാൽ ഞാൻ അവിടെ ബിൽഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഞാനത് എന്തായാലും ബിൽഡ് ചെയ്യും. അപ്പോൾ ബിൽഡ് ചെയ്യുമ്പോൾ അത് എന്തുവെച്ചാന്ന് പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ഇതൊക്കെ വേണം. നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ കളക്ട് ചെയ്യണം. ഇപ്പം ഞാൻ വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അത്ര ദൂരം വരെ വഴി ഇടണം. എന്നുവെച്ചാൽ ഹണി ബീ ഇല്ലേ, അവിടെ വരെ നമ്മൾ വഴി ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. പിന്നെ നമ്മുടെ പോർട്ടലിലേക്കും വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടെ പോയാൽ നെതറെത്തും. അതുകൊണ്ട് ഞങ്ങൾ നെതറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, നെതറിത്തെ ആ സ്റ്റോണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫിഷ് ഫാമിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇത് ഡോഗാണ്, അത് അവൻ്റെ. പിന്നെ കുതിര, ഇത് എൻ്റെ ഡോഗാണ്. പിന്നെ സ്കെൽട്ടൺ ഫാം ഉണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ട് വഴി ഇട്ടിട്ടില്ല, ഈ ഫൈറ്റ് ചെയ്യണ ഏരിയയ്ക്ക് ഇങ്ങോട്ട് വഴി ഇട്ടിട്ടില്ല. ഇങ്ങോട്ടും കൂടി ഇടണം. പിന്നെ നമ്മുടെ സ്കെൽട്ടൺ ഫാം ഉണ്ട്, നമ്മുടെ സ്കെൽട്ടൺ ഫാമിലേക്കും വഴി ഇട്ടിട്ടില്ല. പിന്നെ കുറേ പേര് വിചാരിക്കും ഇതാരും ഇവിടെ വാട്ടറൊക്കെ ഒഴിച്ച് വെച്ചെന്ന്. അത് മൾട്ടിപ്ലെയർ കളിച്ചപ്പോൾ ആരാണ്ട് ചെയ്തതാണ്, എനിക്കറിയില്ല ഗൈസ്. അത് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെയാണ് സ്കെൽട്ടൺ ഫാം. ഇങ്ങോട്ടും കൂടിയും വഴിയിടാണ്. ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെ ചെയ്യണ്ടേന്നൊക്കെ. ഞാൻ ഇതിൽ കൂടെ പോവാം, ഇതിൽ കൂടെ ഇറങ്ങാം. ഞാൻ ലാഡറൊക്കെ വെച്ചിട്ടുണ്ട് താഴത്ത് വരെ. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് പകുതി എത്തുമ്പോൾ നിർത്തിയിട്ട് അവിടേക്ക് ഇറങ്ങിയിട്ട് ഈ ടോർച്ച് പൊട്ടിച്ച് കളയുക. ഈ ടോർച്ച് പൊട്ടിച്ച് കളയണം. ആ ടോർച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് താഴ്ത്തേക്ക് ഇറങ്ങുക. ഇവിടെ നിന്നിട്ടാണ് ഞാൻ ആ സ്കെൽട്ടന് ഒക്കെ വെട്ടിക്കൊല്ലാം. അപ്പം നമുക്ക് ബോ കിട്ടും, ആരോ കിട്ടും. ഇതേ ഒരു സോംബി അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്, ഞാൻ കാണിച്ചുതരാം. അവിടെ ഒരു സോംബി ഉണ്ട്. അവൻ ചേഞ്ച് ആർമറൊക്കെ ഇട്ടാണ് നിൽക്കണത്. ചിലപ്പോൾ ചാവും. ഞാൻ ചിലപ്പോൾ ചാവും ഗൈസ്. ഞാൻ വെറുതെ പോയി കളിക്കാൻ നിൽക്കണം. ഞാൻ മുകളിലേക്ക് പോവാണ്. ആ സോംബി ചിലപ്പോൾ എന്നെ കൊല്ലും, അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോവാണ്. അപ്പം ഞാൻ കൊച്ചു ബിൽഡ് എന്തുച്ചാന്ന് പറഞ്ഞില്ലേ, അത് അയ്യോ ക്രീപ്പർ ഗൈസ്. വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല. എപ്പം നോക്കിയാലും ഒരു എപ്പിസോഡെങ്കിലും ക്രീപ്പർ വരും ഗൈസ്. ഇത് ഞാൻ പൊട്ടിക്കട്ടെ. ഞാൻ ഉണ്ട് ഇവിടെ അടുത്ത് ഒരു കടൽ പോലെ ഒരു വാട്ടറുണ്ട്. വാട്ടറിൽ വെച്ചിട്ട് ക്രീപ്പറിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കൊച്ചു ബിൽഡ്. ഇത് എടുക്കാനായിട്ടാണ് ഞാൻ നേരത്തെ വന്നത്. അപ്പോഴാണ് ക്രീപ്പർ വന്ന് പൊട്ടിയത്. അപ്പം നമുക്കിങ്ങനെ വയ്ക്കാം. അതിന് ശേഷം ലിവർ എന്ന് അങ്ങനെ പറയുന്നതിന് അതെടുത്തിട്ട് താഴ്ത്തേക്ക് ആക്കിയിട്ട് ഇവിടെ താഴത്തുനിന്നൊട്ട് മുകളിലേക്ക് ഗ്ലാസ് വയ്ക്കുക. ഇങ്ങനെ ഗ്ലാസ് വയ്ക്കുക. അപ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ടാവും അത് കാണാൻ. എന്നുവെച്ചാൽ അത് ഒരു ടാപ്പിൽ നിന്ന് വെള്ളം പോലെ, പൈപ്പ് പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണത്. അതിൽ നിന്ന് വെള്ളം വീണിട്ടാവും അതിലേക്ക് വെള്ളം നിറയുക. അതേപോലെയാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അതങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ് അത് കാണാൻ. ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് റിയലിസ്റ്റിക് പോലെയാവുമെന്ന്. ബ്ലൂ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. പൂവെടുത്തിട്ട് ഡൈ ചെയ്തിട്ട് ഗ്ലാസ് എടുത്തിട്ട് അത് രണ്ടും ഒന്നിച്ചേക്കാണ്. ഈ അരുൺ
എന്ന് പറഞ്ഞിട്ട് ഒരു പേര് എഴുതി കാട്ടുന്ന ഈ ബ്രോയില്ലേ, ഈ ബ്രോ ചെയ്തത് ഞാൻ കാണിച്ചു തരാം നോക്ക്. ഈ കയ്യിലിരിക്കുന്ന ബ്ലോക്ക് ഇത് ഭയങ്കര റയറാണ്. പിന്നെ ഈ കയ്യിലിരിക്കുന്നതും ഇത് രണ്ടും നീല ബ്ലോക്കും അതൊക്കെ ഭയങ്കര റയറാണ് ഗൈസ്. പിന്നെ ഇതും കൂടി ഉണ്ട്. പിന്നെ അയ്യേണ് പിന്നെ അത്രയ്ക്ക് റയറൊന്നല്ല, നമുക്കറിയാലോ. എന്തായാലും ഒരു സ്റ്റാക്ക് ഉണ്ടെന്നാലും ഇത് എവിടെ നിന്ന് കിട്ടിയാവോ അത് എനിക്കറിയില്ല. പിന്നെ മറ്റേത് ഒരു സ്റ്റാക്ക് മറ്റേ വൈലറ്റ് കളറിലുള്ളത് അതെവിടെ നിന്ന് കിട്ടിയാവോ അത് എനിക്കറിയില്ല. പിന്നെ ഞാൻ വന്നു. നീ വന്നാ? നീ പിന്നെ സ്കിന്നൊക്കെ മാറ്റി. നീ എന്നെ അടിച്ചോണ്ട ഞാൻ ചത്ത. എന്തായാലും എന്തോരം വില പിടിപ്പുള്ളത് ഇരിക്കണുണ്ടെന്ന് അറിയോ? 2 സ്റ്റോണിന്റെ സൗണ്ടല്ലേ? അല്ലടാ നീ കണ്ടില്ലേ മറ്റേതൊന്നും? ഞാനും എമറാൾഡ് അല്ല, മറ്റേ വൈലറ്റ് കളറിലുള്ള മറ്റേ അത് മറ്റേ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോയില്ലേ അത് തന്നതാ. സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഇതുണ്ട്, കോപ്പർ എടുത്തിട്ട് ഉരുക്കണം എന്ന് തോന്നുന്നു. എന്നാൽ ഉരുക്കിയ കോപ്പർ എടുക്കാം, എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കാം. നിനക്കറിയോ എങ്ങനെ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാന്ന്? എനിക്കൊന്നും അറിയില്ല. ഉണ്ടാക്കി നോക്കി ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് എന്ത് ചെയ്യല്ലേ? സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലടാ. ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടല്ലേ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കുക? ഇത് എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്കറിയുന്ന കമൻറ്റ് ചെയ്ത് ഉണ്ടാക്കണം. അപ്പം അത് വേണം. ആ മുകളിലിരിക്കണം വൈലറ്റ്, അത് ഈ ബ്ലോക്ക് കൊണ്ടാണ് ഉണ്ടാക്കാത്. എനിക്ക് കിട്ടണില്ല ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട്. അതെന്താണാവോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമ്മള് വാട്ടർഫോൾ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് ആദ്യം പറഞ്ഞ പോലെ. ക്വാർട്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ട്, അറിയോ? ഞാൻ അവിടെ വെച്ചത് വൈറ്റ്. അതുകൊണ്ട് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കണ്ടേ? നിന്റെ സ്കിന്നൊക്കെ മാറ്റി എന്റെ സ്കിന്നൊക്കെ മാറ്റി, മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്റെ സ്കിന്ന് മാറ്റി, അത് നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് എന്റെ സ്കിന്ന്, താടിയൊക്കെ വെച്ചിട്ട്. എന്തിനാ ഞാൻ തല്ലണ്? അറിയാണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ പോരെ? അത് മതി. ലാസ്റ്റ് എങ്ങനെയാവുന്ന ആർക്കറിയാം. ഞാൻ ഗാദർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചെസ്റ്റിലല്ല. നീ വേണമെങ്കിൽ ഗായ്സിനൊക്കെ കാണിച്ചു കൊടുത്തോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്ക എൻ്റെ കയ്യിലെ സാധനങ്ങള് ഇപ്പൊ വെക്കാമേ അതിൽ വെച്ചിട്ടുണ്ട്. നീ ഗായ്സിനൊക്കെ അത് കാണിച്ചു കൊടുക്ക്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മള് വാട്ടർഫോള് അല്ലടാ ഉണ്ടാക്കാൻ പോകുന്നത്. ഒക്കെ ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ വെള്ളി കയറിയപ്പോ തന്നെ മഴ. എന്താണാവോ ഈ വെള്ളിയിലെപ്പോഴും മഴ കഴി. ഞങ്ങള് ഉണ്ടാക്കാണ് വാട്ടർഫോൾ ഒരു സർക്കിൾ പോലെ എടുക്കാല്ലേ ഫസ്റ്റ്? ഞാൻ മാറിക്കടാ. ഞാൻ പിന്നെ എന്റെ ഡ്രസ്സ് നല്ല കോമ്പിനേഷനാ, റെഡും മഞ്ഞും നല്ല കോമ്പിനേഷൻ. പിന്നെ എന്റെ ക്രീപ്പറിന്റെ മാസ്ക്, ഞാൻ പിന്നെ ക്രീപ്പറിന്റെ മാസ്ക് കണ്ടപ്പോ വെച്ചു എന്നുള്ള. എടാ ഇനി ഞാൻ വീടിന്റെ ഉള്ളിൽ കയറുമ്പോ ക്രീപ്പറാന്ന് വിചാരിച്ച ഞാൻ തല്ലരുതിട്ടാ. നീ മറ്റേ താടിയൊക്കെ കളഞ്ഞ? അത് പിന്നെ മാസ്ക് വെച്ചോണ്ട് എന്റെ താടിയൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ സ്റ്റോണൊക്കെ ഞാൻ പൊട്ടിച്ച് കളയട്ടെ. ഇവിടെ സ്റ്റോൺ വേണോ അത് വേണ്ട? അത് ഞാൻ പറയാം. ഞാൻ മുകളിൽ ഇത്തിരി ബ്ലോക്ക് വെക്കുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പൊട്ടിച്ച് കളയൂട്ടാ. അത് ഞാൻ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അങ്ങനെ വെക്കുന്നു. നമുക്ക് ഇതിന്റെ ചുറ്റും ബോൺ മീൽ ചെയ്യണോ? ചെയ്തേക്കാം. ചിലപ്പോ മറക്കും. ഞാൻ ഓർമ്മിപ്പിക്കടാ. ഓക്കെ, ഞാനിവിടെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഒരു പൂമുട്ട് പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കണം. അതെന്താവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞങ്ങൾ രണ്ടാൾ കൂടി വെള്ളം ഒഴിക്കാൻ പോവാത്. 3, 2, 1 ലെറ്റ്സ് ഗോ. അയ്യോ ചത്ത
ഞാൻ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇത്തിരി ബ്ലോക്ക് പൊട്ടിക്കണോ? അയ്യോടാ, ഞാൻ ബോൺ മീൽ ചെയ്തതൊക്കെ പോയി. അയ്യോ മൈൻക്രാഫ്റ്റിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വാട്ടർ വന്നു അയ്യോടാ, കഴിഞ്ഞാൽ ഇത് പടിപാളിയിലോ. അപ്പോൾ നമുക്കൊന്നും കൂടി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അവൻ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അവൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് വെള്ളം ഒഴിക്കാൻ പോണത്. നീ അവിടെ ഇല്ലേ? ഞാൻ അവിടെ ഉണ്ട്. നീ അവിടെ എന്തൊക്കെ ചെയ്യണ്? ഞാൻ വെള്ളം ഒഴിക്കാൻ പോണ്. മുകളിലേക്ക് കയറ്. ഞാൻ അവിടെ ബ്ലോക്ക് വെച്ച് കയറിയോണ്ടിരിക്കുക. ബ്ലോക്ക് ഓക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനിക്ക് അത് ഒഴിച്ചാ കൂടി മതി. വാട്ടർ ഒഴിച്ചു. കൊളാവോ? കൊള ആയി. ഇതിങ്ങനെ കൊറേ വരാടാ. ഇനി ഇതെന്താ, നീ വേറെ ഒരു വഴി കണ്ടുപിടിച്ചേക്കണ് ഗൈസ്. അവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന വെള്ളമൊക്കെ വേറൊരു പോണ്ടിക്ക് വരുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തു. അതൊക്കെ വീടിൻ്റെ മുന്നിൽ ഇത്തിരി ഭാഗത്ത് ഇങ്ങനെ ഞാൻ കേച്ച് പടിഞ്ഞിട്ടുണ്ട് പോണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഫൈനലായി. അപ്പം ഗൈസ് അവൻ പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് ഒളിച്ചു വരുന്ന വെള്ളമൊക്കെ വേറെ പോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വേറെ പോണ്ടിൽ നിന്ന്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കുള്ള ക്യാമറയ്ക്ക് നോക്ക്. നോക്കാം. ചാച്ചാ, ബൈ ബൈ.